Mstastetouchiലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മീൻ പീര വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ ചെറിയ ചാളയാണ് എടുത്തിട്ടുള്ളത്. 300 ഗ്രാം ചെറിയ ചാള കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചാള, കൊഴുവ പോലുള്ള മീൻ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയായ അതുപോലെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനു വേണ്ടിയുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ചിരവിയത് 1 കപ്പ്, ഒരു തേങ്ങയുടെ പകുതി 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളക് 5 എണ്ണം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 3 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചുളയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 3 കഷ്ണം കുടംപുളി നന്നായി കഴുകി കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാനായി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ. നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അതിനോടൊപ്പം പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചെറുതായി ഒന്ന് ഒതുക്കിയെടുക്കണം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അരഞ്ഞു പോകാതെ ഒതുക്കിയെടുത്താൽ മതി. ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങയും ഈ പൊടികളും കൂടി ഒന്ന് ഒതുക്കിയെടുത്ത് ചട്ടിയിലേക്ക് ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുടംപുളി വെള്ളത്തോടൊപ്പം തന്നെ ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനി അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കൂടിയുണ്ട്. അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്നു വെച്ച് തന്നെ ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്താൽ മതി. ഇതിലെ വെള്ളമൊക്കെ ഇപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നമ്മുടെ മത്തി പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ സിമ്പിളായൊരു റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.